പ്രിയ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ LSS USS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് LSS വിദ്യാർത്ഥികൾക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡായ ക്വസ്റ്റ്യൻസുകളും ഇത് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്കും ഉപകാരപ്പെടും. കൂടാതെ LSSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെർട്ടഡ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങളായ മലയാളം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, EVS കൂടാതെ GK എന്നിവയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ LSS വിദ്യാർത്ഥികളും ഇത് തീർച്ചയായിട്ടും കാണുകയും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും LSS വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ പാഠഭാഗം നിങ്ങൾ ശരിയായിട്ട് വളരെ മനസ്സിരുത്തി നന്നായി പഠിക്കുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് GK പാർട്ട് നോക്കാം. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ടുകായലിൽ പണിത ബണ്ടിൻ്റെ പേര് എന്താണ്? ചോദ്യം. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നുണ്ട്, അത് തടയാനായിട്ട് വേമ്പനാട്ടുകായലിൽ ഒരു ബണ്ടുണ്ട്. ആ ബണ്ടിൻ്റെ പേരെന്താണ്? തണ്ണീർമുക്കം ബണ്ട്. രണ്ടാമത്തെ ചോദ്യം. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? രാകേഷ് ശർമ്മ. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. മൂന്നാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് പുൽച്ചാടി. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് പുൽച്ചാടി. ആരുടെ ആത്മകഥയാണ് മെയിൻ കഫ്? ഹിറ്റ്ലർ. ആരുടെ ആത്മകഥയാണ് മെയിൻ കഫ്? ഹിറ്റ്ലർ. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ് കേട്ടോ. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ഇനി നമുക്ക് മലയാളത്തിലേക്കൊന്ന് പോയാലോ. ബഷീർ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ജൂലൈ 5. ബഷീർ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ജൂലൈ 5. നിങ്ങളുടെ സ്കൂളുകളിൽ ധാരാളം ദിനവും അതിനെ സംബന്ധിച്ചുള്ള പ്രോഗ്രാംസുകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ദിനത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അതിൻ്റെ ഓരോ ദിനത്തിൻ്റെ തീമുകളും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? ബഷീർ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 5-ാം തീയതിയാണ്. അപ്പോൾ ബഷീറിൻ്റെ കൃതികളും അദ്ദേഹം ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ബേപ്പൂർ സുൽത്താൻ. അതെല്ലാം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി. ഈ പഴഞ്ചൊല്ലിൻ്റെ സൂചന അല്ലെങ്കിൽ ഈ പഴഞ്ചൊല്ല് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി. ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമാണ് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എത്രയൊക്കെ മേന്മകളുണ്ടായാലും പാവപ്പെട്ടവന് എന്നും ദാരിദ്ര്യമായിരിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ഏതാണ്? 2023-ലും 2024-ലും എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തികളെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഥകളി ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഈശ്വരസ്തുതിയെ പറയുന്നത് തോടയം എന്നാണ്. കഥകളി ആരംഭിക്കുന്നതിന് മുൻപുള്ള ഈശ്വരസ്തുതിയുടെ പേരെന്താണ്? തോടയം. ഓക്കെ. പടക്കുതിരയെ പോലെ എന്ന ആശയത്തിൻ്റെ അർത്ഥം എന്താണ്? വളരെ ശക്തിയോടെ, എനർജറ്റിക്കായിട്ട്. പടക്കുതിരയെ പോലെ എന്ന ആശയത്തിൻ്റെ അർത്ഥമാണ് വളരെ ശക്തിയോടെ എന്നത്. ഓക്കെ, നമുക്കിനി ഇംഗ്ലീഷ് നോക്കിയാലോ. ഒരു ക്ലൂ തരാം. ഐ ആം ആൻ റൈഡിലാണേ. ഐ ആം ആൻ ആനിമൽ. ഐ ക്യാൻ റൺ ഫാസ്റ്റ്. കിങ്സ് റൈഡ് ഓൺ മീ. മൈ നെയിം ഹാസ് 5 letters. ഹു ആം ഐ? എന്താണ്? ഐ ആം ആൻ ആനിമൽ. ഐ ക്യാൻ റൺ ഫാസ്റ്റ്. കിങ്സ് റൈഡ് ഓൺ മീ. മൈ നെയിം ഹാസ് 5 letters. ഹു ആം ഐ? ആരാണ്? ഞാനൊരു ആനിമലാണ്, എനിക്ക് വേഗത്തിൽ ഓടാൻ പറ്റും. രാജാക്കന്മാർ എൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കുന്നുണ്ട്. എൻ്റെ 5 അക്ഷരമുണ്ട്. ആരാണ് അദ്ദേഹം? ഹോഴ്സ്. ഏത് ആനിമലാണ്? ഹോഴ്സ്. വെരി ഗുഡ്. ദ പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽസ് ഗുഡ്സ് ഹീസ് നോൺ ആസ്. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെ അറിയപ്പെടുന്നത് മർച്ചൻറ്റ് എന്നാണ്. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെ അറിയപ്പെടുന്നത് മർച്ചൻറ്റ് എന്താണ്? ദ പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽസ് ഗുഡ്സ് ഹീസ് നോൺ ആസ് മർച്ചൻറ്റ്. റീഅറേഞ്ച് ദ സ്പെല്ലിംഗ്. നമ്മളൊരു വേർഡ്സ് സ്പെല്ലിംഗ് റീഅറേഞ്ച് ചെയ്ത് വേണം. LTEUBFTYR. ബട്ടർഫ്ലൈ എന്നാണ് കേട്ടോ. ബട്ടർഫ്ലൈ ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ. എർത്ത്, സ്ട്രീം, റിവർ, പോണ്ട്. അതിൻ്റെ ആൻസർ എർത്ത് ആണ് കേട്ടോ.
ഫൈൻഡ് ദ ഓഡ് വൺ. എർത്ത്, സ്ട്രീം, റിവർ പോണ്ട്. സ്ട്രീമും റിവർ പോണ്ടൊക്കെ ദ്രാവകാവസ്ഥയിലുള്ളതാണ്. അപ്പോൾ എർത്താണ് അതിൻ്റെ ആൻസർ. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ലെറ്റർ ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ്. ഗാർഡൻ. ഫൈൻ, അത് ഗാർഡൻ എന്നാണ്. ഇനി അടുത്തത് നമുക്ക് EVS നിന്ന് നോക്കാം. ദ സ്റ്റഡി ഓഫ് ബേർഡ് ഈസ് നോൺ ആസ് ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർണിത്തോളജി എന്നാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നാണ്? ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് ആഗസ്റ്റ് 9 ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ പ്ലാന്റ്സ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്നാണ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ പ്ലാന്റ്സ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്നാണ്. ദ ലോങ്ങസ്റ്റ് ലിവിങ് ഓർഗാനിസം. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ആരാണ്? ആമ അല്ലെങ്കിൽ ടോട്ടോയിസ് ആണ്. ദ ലോങ്ങസ്റ്റ് ലിവിങ് ഓർഗാനിസംസ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ആരാണ്? ആമ അല്ലെങ്കിൽ ടോട്ടോയിസ് ആണ്. അടുത്ത ചോദ്യം. ദ റോക്കറ്റ് ലോഞ്ചിങ് സെൻറ്റർ ഇൻ കേരള. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിലെ തിരുവനന്തപുരമാണ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. ഓക്കെ. ഹൗ മെനി. ഇനി അടുത്തത് നമുക്ക് മാത്സ് നോക്കാം. ഹൗ മെനി അവേഴ്സ് ഇൻ എ ഡേ. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറാണുള്ളത്. അടുത്തത് മാത്സിലും ഒരു റൈഡിലുണ്ട്. ഹൂ ആം ഐ ബിറ്റ്വീൻ 1200 ആൻഡ് 1300. ദ നമ്പർ 3 ഈസ് ഇൻ ദ ടെൻസ് പ്ലേസ്. 10ൻ്റെ പ്ലേസിൽ 3 ദിസ് ഈസ് എ 4 ഡിജിറ്റ് നമ്പർ ഈസ് ആൻ ഓഡ് നമ്പർ. ഇത് 4 ഡിജിറ്റ് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണെന്ന്. എ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ്. ഒരു ഡിജിറ്റ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, 1266. നമ്മളിൽ ആദ്യത്തെ ക്ലൂ അനുസരിച്ച് ശരിയാണ്. രണ്ടാമത്തെ ക്ലൂ ദ നമ്പർ ഈസ് 3 ഇൻ ദ 10 പ്ലേസ്. രണ്ടാമത്തെ ക്ലൂ അനുസരിച്ച് അപ്പോൾ തെറ്റാണ്. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് വിടാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ അനുസരിച്ച് ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അനുസരിച്ച് 3 ആണ് 10ൻ്റെ പ്ലേസിൽ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഓഡ് നമ്പറാണെന്ന് പറഞ്ഞേക്കണം. ഓഡ് നമ്പർ അല്ല, ഈവൻ നമ്പർ അത് അല്ലേ, ഇരട്ട സംഖ്യ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ അനുസരിച്ച് ശരിയാണ്. 1200നും 1300നും ഇടയിലാണ്. 10ൻ്റെ പ്ലേസ് ദ നമ്പർ ഈസ് 3 ഇൻ 10 പ്ലേസ്. 10ൻ്റെ സ്ഥാനത്ത് 3 ദ 4 ഡിജിറ്റ് നമ്പർ ഈസ് എൻ ഓഡ് നമ്പർ. ഇത് ഓഡ് നമ്പറുമാണ്. 3 കണ്ടീഷൻ ഓക്കെ. എ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് നമ്പർ. ഇതിനകത്ത് ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 33 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത്. ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദർ? 8888. എത്ര 100 ഉണ്ട്? 8800 ആണുള്ളത്. 8800 ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 5 സ്ക്വയറാണ്. ഒന്ന് ഈ മൊത്തത്തിലുള്ള ഒരു സ്ക്വയർ ഒരെണ്ണം, പിന്നെ 1 2 3, പിന്നെ 2 3 4 5, അങ്ങനെ 5 സ്ക്വയറുകളാണ് ഈ പിക്ചറിലുള്ളത്. ഹൗ മെനി ഗ്രാം ഈസ് പവൻ? ഒരു പവൻ എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? 8 ഗ്രാം ചേർന്നതാണ് ഒരു പവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്കും വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ്. തീർച്ചയായിട്ടും LSSന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ഇത് കാണുക. നിങ്ങൾ GK സാഹിത്യ പുരസ്കാരങ്ങളും ഇപ്പോഴുള്ള സ്പോർട്സ് ഒളിമ്പിക്സിൻ്റെ ന്യൂസുകൾ അപ്ഡേഷനായിട്ട് എന്ന് കരുതുക. ഓക്കെ, ബൈ.